ഹലോ എവ്രി വൺ. വിക്ടേഴ്സ് ചാനൽ +1 സുവോളജി 9ാമത്തെ എപ്പിസോഡിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് 2 ഫൈലംസ് ആണ്. അതിലൊന്നാമത്തെ ഫൈലം ആർത്രോപോഡ. അപ്പോൾ ഫൈലം ആർത്രോപോഡ എന്ന് പറയുന്നത് അനിമേലിയ കിങ്ഡമിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫൈലമാണ്. ഇതിനകത്ത് മെയിൻലി നമ്മൾ കാണുന്ന ഇൻസെക്ട്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഭൂമിയിലുള്ള 2/3 മൂന്നിൽ 2 ഭാഗം ആനിമൽസും ആർത്രോപോഡ എന്ന ആ ഒരു ഫൈലത്തിനുള്ളിലാണ് വരുന്നത്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷനാണ് ആർത്രോപോഡ അല്ലെങ്കിൽ ആർത്രോപോഡ്സിനുണ്ടാവുന്നത്. ദ ബൈലാറ്ററലി സിമെട്രിക്കൽ, ട്രിപ്ലോബ്ലാസ്റ്റിക്, സെഗ്മെൻറ്റഡ് ആൻഡ് സീലോമേറ്റ് ആനിമൽസ്. ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്, ബോഡി സെഗ്മെൻറ്റഡ് ആണ്, അതുപോലെ തന്നെ സീലം പ്രസൻറ്റ് ആണ്. ദ ബോഡി ഓഫ് ആർത്രോപോഡ്സ് ഇസ് കവേർഡ് വിത്ത് ചിറ്റിനസ് എക്സോസ്കെലറ്റൻ. ആർത്രോപോഡ ഓർഗാനിസംസ് അല്ലെങ്കിൽ ആർത്രോപോഡ്സിന് എപ്പോഴും ഒരു എക്സോസ്കെലറ്റൻ പ്രസൻ്റ് ആയിരിക്കും. ആ എക്സോസ്കെലറ്റൻ ചിറ്റിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക, ചിറ്റിൻ. അപ്പോൾ എല്ലാ ആർത്രോപോഡ്സിനും എക്സോസ്കെലറ്റൻ ഉണ്ടാവും, മെയ്ഡ് ഓഫ് ചിറ്റിൻ. ബോഡി, ഒരു ഹെഡ് ഉണ്ടാവും, തൊറാക്സ് ഉണ്ടാവും, അബ്ഡോമൻ ഉണ്ടാവും. ഈ 3 ഭാഗങ്ങളായിരിക്കും ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടാവുക. പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പൻഡേജസ് ആണ്. അപ്പൻഡേജസ് ഇവരെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബോഡി പാർട്ടിനെയാണ് നമ്മൾ അപ്പൻഡേജസ് എന്ന് പറയുക. അപ്പോൾ ആർത്രോപോഡ എന്നുള്ള ആ ഒരു ഫൈലത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പൻഡേജസ് എന്ന ബോഡി പാർട്ടാണ്. റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ഗിൽസ് ഉണ്ട്, ബുക്ക് ഗിൽസ് ഉണ്ട്, ബുക്ക് ലങ്സ് ആൻഡ് ട്രക്കിയൽ സിസ്റ്റം. ഈ 4 ഭാഗങ്ങളും ഒരുമിച്ച് വന്നിട്ടാണ് റെസ്പിറേറ്ററി ഓർഗൻസ് ഫോം ചെയ്യുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ ടൈപ്പാണ്, ക്ലോസ്ഡ് അല്ല, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണുള്ളത്. സെൻസറി ഓർഗൻസ് പ്രസൻ്റ് ആണ്. കണ്ണ്, ആൻറ്റിനെ പോലുള്ള ഓർഗൻസ് ആണ് അവർ സെൻസറി ഓർഗൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റോസിസ്റ്റ്സ് ആണ്, അതായത് ബാലൻസിങ് ഓർഗൻസ് ബോഡിയിൽ പ്രസൻ്റ് ആയിരിക്കും. എക്സ്ക്രീഷൻ നടക്കുന്നത് മാൽപീഗിയൻ ട്യൂബ്യൂൾസിലൂടെയാവും. ആൻഡ് ദേ ആർ ഡയേഷ്യസ് ഓർഗാനിസംസ്. ഫെർട്ടിലൈസേഷൻ എപ്പോഴും ഇൻറ്റേർണൽ ആയിട്ടായിരിക്കും നടക്കുന്നത്. ഓവി പാരസ് ആണ്, അതായത് റിപ്രൊഡക്ഷന് വേണ്ടി മുട്ടയിടുന്ന അല്ലെങ്കിൽ എഗ്ഗ് ലേ ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. ബർത്ത് അല്ല, പ്രസവിക്കുകയല്ല ചെയ്യുന്നത്, മുട്ടയിടുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓവി പാരസ്. ഡെവലപ്മെൻറ്റ് ഓഫ് ദി എഗ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു ഫൈലം ആർത്രോപോഡയിൽ ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ആർത്രോപോഡിൻ്റെ ബോഡി പാർട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആർത്രോപോഡ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്ട്സ്. നമുക്ക് ചില ഇൻകം ഈ ഇൻസെക്ട്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഹണി ബി. നമുക്കറിയാം ഹണി, ബീസ് വാക്സ്, പോളിനേഷൻ, ഇതുപോലുള്ള 3 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഹണി ബി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഹണി ബി ഒരു ആർത്രോപോഡാണ്. സിൽക്ക് വർം പ്രൊഡ്യൂസ് സിൽക്ക് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു സിൽക്ക് വർം ആർത്രോപോഡാണ്. പിന്നെ വരുന്നത് ലാക്ക് ഇൻസെക്റ്റ്. ഒരു നാച്ചുറൽ റെഡ് കളർ ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ലാക്ക് യൂസ് ചെയ്യുന്ന ഒരു റെഡ് കളറാണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് ലാക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റെഡ് കളറാണ് ലാക്ക് ഇൻസെക്റ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്റ്റ് ആൻഡ് ഇറ്റ് ഇസ് ആൻ ആർത്രോപോഡ്. അപ്പോൾ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്ട്സിൽ ചില എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ ആർത്രോപോഡ്സിൻ്റെ ഓർഗാനിസംസിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെക്ടേഴ്സ് ഓർ കാരിയേഴ്സ്. ഒരു ഡിസീസ് ഒരു ബോഡിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഹ്യൂമനിൽ നിന്നും മറ്റൊരു ഹ്യൂമനിലേക്ക് അല്ലെങ്കിൽ ഒരു ആനിമലിൽ നിന്നും മറ്റൊരു ആനിമലിലേക്ക് ക്യാരി ചെയ്യുന്ന ഓർഗാനിസംസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വരുന്നത് മൊസ്കിറ്റോസ് ആണ്. മൊസ്കിറ്റോസിൽ നമുക്കറിയാവുന്ന നമ്മൾ ഫാമിലിയർ ആയിട്ടുള്ള 2 നെയിംസ് അനോഫിലിസ് മൊസ്കിറ്റോ ആൻഡ് ക്യുലെക്സ് മൊസ്കിറ്റോസ് ആണ്. അപ്പോൾ ഈ 2 മൊസ്കിറ്റോ ബ്രീഡ്സും നമുക്ക് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ട്രാൻസ്മിഷൻസ് അല്ലെങ്കിൽ കാരിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. ദേ ബോത്ത് ആർ ആർത്രോപോഡ്സ്. മൊസ്കിറ്റോസ് ആർ ആർത്രോപോഡ്സ്. അടുത്തതായിട്ട് വരുന്നത് ഗ്രിഗേറിയസ് പെസ്റ്റ്. ഓരോ ക്രോപ്സിനെ നശിപ്പിക്കുന്ന പെസ്റ്റുകൾ, അതിനെ നമ്മൾ ഒരു കൂട്ടമായിട്ട് ഒരുമിച്ച് വരുമ്പോൾ നമ്മളതിനെ ലോക്കസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇതുപോലുള്ള എല്ലാ ഗ്രിഗേറിയസ് പെസ്റ്റും ലോക്കസ്റ്റിൽ വരുന്ന എല്ലാ ഇൻസെക്ട്സും, അതായത് ഒരു പാടത്ത് അവിടുത്തെ വിളകൾ നശിപ്പിക്കാൻ വരുന്ന
ഭക്ഷിക്കാൻ വരുന്ന ഒരു കൂട്ടം ഇൻസെക്ട്സിനെ നമ്മൾ ലോക്കസ്റ്റ് എന്നാണ് പറയുക. ആ ലോക്കസ്റ്റിൽ വരുന്ന എല്ലാ ഇൻസെക്ട്സും ആർത്രോപോഡ്സ് ആയിരിക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ലിവിങ് ഫോസിൽ രൂപത്തിലുള്ളതാണ്. അപ്പോൾ ലിവിങ് ഫോസിൽ എപ്പോഴും ആ ഒരു ഓർഗാനിസംസിനെ റിസംബിൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫോസിൽ റെക്കോർഡ് പോലെ ഇരിക്കുകയാണ് ചെയ്യുക. സോ ലിവിങ് ഫോസിൽ ഇസ് ആൻ എക്സാമ്പിൾ. അതുപോലെ തന്നെ ലിമുലിസ് കിങ് ക്രാബ് ആർത്രോപോഡ്സിലെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇനിയും വാസ്റ്റ് ആയിട്ടുള്ളൊരു ഓർഗാനിസംസിൻ്റെ ലിസ്റ്റ് ആർത്രോപോഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 2-3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആർത്രോപോഡ? The important characteristics of arthropoda include they possess an exoskeleton, they have joint appendages, their body is segmented, they are bilaterally symmetrical, they possess an open circulatory system. ഈ 5 പോയിന്റ് മാത്രമല്ല, വേറെ കുറേ പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റ്സും ആർത്രോപോഡയുടെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ആ പോയിന്റ്സ് എല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ അറിയേണ്ടത്, വൈ ഇസ് ദ നെയിം ആർത്രോപോഡ്സ് ഗിവൻ? ആർത്രോപോഡ്സ് എന്നുള്ള ഒരു പേര് എന്തുകൊണ്ടാണ് ഈ ഒരു ഫൈലത്തിന് നൽകിയിട്ടുള്ളത്? ആർത്രോപോഡ് എന്ന ഒരു ടേമിൻ്റെ അർത്ഥം ജോയിൻറ്റഡ് ലെഗ്സ് എന്നാണ്. ഇവിടെ ഈ ഒരു ഫൈലമിൽ ഈ ഒരു പേര് വരാൻ കാരണം എല്ലാ ഓർഗാനിസംസും, ആർത്രോപോഡിൽ വന്നിട്ടുള്ള എല്ലാ ഓർഗാനിസംസിനും ജോയിൻറ്റഡ് ലെഗ്സ് ഉണ്ട്. അവർക്ക് എക്സോസ്കെലറ്റൺ ഉണ്ട്, ഇൻവെർട്ടബ്രേറ്റ്സ് ആണ്. ഈ ഒരു ജോയിൻറ്റഡ് ലെഗ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ആർത്രോപോഡ, ആ ഒരു ഫൈലത്തിന് മൊത്തത്തിൽ ആർത്രോപോഡ എന്നുള്ളൊരു നെയിം നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത്, വിച്ച് ആനിമൽസ് ഫോൾ അണ്ടർ ദ ഫൈലം ആർത്രോപോഡ? ആർത്രോപോഡയുടെ കുറച്ച് എക്സാമ്പിൾസ്: മൊസ്കിറ്റോ, സ്പൈഡേഴ്സ്, ലോക്കസ്റ്റ്, സിൽക്ക് വേംസ്, മൈറ്റ്സ്, ക്രാബ്സ്, ഹണി ബീ, ടിക്സ്, lobsters, scorpions, shrimp are some of the examples അല്ലെങ്കിൽ animals found in phylum Arthropoda. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. Why is Arthropoda the largest phylum? This is the largest phylum of Animalia which includes insects. Insects നമുക്കറിയാം, വൈഡ് വെറൈറ്റി ഓഫ് ഇൻസെക്ട്സ് പ്രസൻ്റ് ആണ്. ആൻഡ് ആ ഒരു ഇൻസെക്ട്സ് പ്രസൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അനിമലിയയിലെ ഏറ്റവും ലാർജസ്റ്റ് ഫൈലമായിട്ട് ആർത്രോപോഡ മാറിയത്. ഓവർ 2/3 ഓഫ് ഓൾ നെയിംഡ് സ്പീഷീസ് ഓഫ് എർത്ത് ആർ ആർത്രോപോഡ്സ്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള, നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുള്ള എർത്തിലുള്ള സ്പീഷീസിൽ നിന്നും 2/3, ഓവർ 2/3 ആർത്രോപോഡിൽ പെടുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ ആനിമൽസ് ആണ്. ദീസ് സ്പീഷീസ് ആർ ഇവോൾവ് സർട്ടൻ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഓവർ ദ ഇയേഴ്സ് to survive the changing climate conditions and from the largest phylum in the animal kingdom. ഈ ഒരു സ്പീഷീസിന് പല അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്. അവരുടെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സും വരുന്നുണ്ട്. അങ്ങനെ അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായിട്ട് അവർ നിലനിന്ന് വരുന്നു. ദേ സർവൈവ്. ആ ഒരു സർവൈവൽ കാരണം തന്നെയാണ് പല ഓർഗാനിസംസും ഈ ഒരു ഫൈലമിലേക്ക് ആഡ് ചെയ്ത് വരുമ്പോഴും പണ്ടുണ്ടായിരുന്ന ആ ഒരു ഓർഗാനിസംസും നിലനിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫൈലത്തിൻ്റെ സൈസ് ഇൻക്രീസ് ആവുന്നു, ലാർജസ്റ്റ് ഫൈലമായിട്ട് നിലനിന്ന് പോകുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ഫൈലത്തിലേക്ക് കടക്കുകയാണ്, ഫൈലം മൊളസ്ക. മൊളസ്ക എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ആനിമൽ ഫൈലമാണ്. നമ്മൾ നേരത്തെ കണ്ട ആർത്രോപോഡ ദ ലാർജസ്റ്റ് ആനിമൽ ഫൈലമായിരുന്നു, ഇവിടെ സെക്കൻഡ് ലാർജസ്റ്റ് ആണ് മൊളസ്ക. മൊളസ്ക ടെറസ്ട്രിയൽ അല്ലെങ്കിൽ അക്വറ്റിക്, 2 രീതിയിലും മൊളസ്ക്സിനെ നമുക്ക് കാണാൻ സാധിക്കും. കരയിൽ ജീവിക്കുന്നതോ അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്നതോ, മറൈൻ ഓർ ഫ്രഷ് വാട്ടർ, ഈ രീതിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷനാണ് ബോഡിയിലുള്ളത്. ബയലാറ്ററലി സിമെട്രിക്കലാണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് സീലോമിയേറ്റ് ഓർഗാനിസംസ് ആണ്. ആൻഡ് ഇവരുടെ ബോഡിയിൽ ഒരു കാൽഷ്യറസ് ഷെൽ കവർ ചെയ്യുന്നതായിട്ട്, ഔട്ടർ ബോഡി ഒരു കാൽഷ്യറസ് ഷെൽ കവർ ചെയ്യുന്നുണ്ട്. ബോഡി അൺസെഗ്മെൻറ്റഡ് ആണ്. സെഗ്മെൻറ്റഡ് രീതിയിലല്ല ബോഡി ഉണ്ടാവുക, അൺസെഗ്മെൻറ്റഡ് രീതിയിലാണ്. ഡിസ്റ്റിങ്ക്റ്റ് ഹെഡ് ഉണ്ടാവും, മസ്കുലർ ഫൂട്ട് ഉണ്ടാവും, ആൻഡ് എ വിസറൽ ഹംപ് ഉണ്ടാവും. ഈ 3 ബോഡി പാർട്ടുമാണ് മൊളസ്ക്സിന് ഉണ്ടാവുക. ഫെദർ ലൈക്ക് ഗിൽസ് ഹാവ് റെസ്പിറേറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ഫങ്ഷൻസ്. ഈ ഗിൽസ് എന്ന് പറയുന്നത് ഒരു ഫെദർ ലൈക്ക് രീതിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ആ ഗിൽസിന് റെസ്പിറേറ്ററി ഫങ്ഷനും ഉണ്ടാവും, അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി ഫങ്ഷനും ഉണ്ടാവും. ആൻറ്റീരിയർ ഹെഡ് റീജിയനിൽ സെൻസറി ടെൻറ്റിക്കിൾസ് ഉണ്ടാവും. ആൻഡ് ദ മൗത്ത് കണ്ടെയ്ൻസ് എ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ. ഒരു റാസ്പിംഗ് ഓർഗൻ ഭക്ഷണം ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാവും. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഫയൽ. ആൻഡ് ആ ഒരു റാസ്പിംഗ് ഓർഗനെ നമ്മൾ റെഡുല എന്നാണ് പറയുക.
They are dioecious and oviparous with indirect development. ഇപ്പോൾ ഡയോഷ്യസ് ഓർഗാനിസംസ് ആണ്, ഓവിപാരസ് ആണ്, അതായത് എഗ് ലേയിങ് ഓർഗാനിസംസ് ആണ്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മൊളസ്ക്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആപ്പിൾ സ്നെയിൽ, പേൾ ഓയിസ്റ്റർ, കട്ടിൽ ഫിഷ്, സ്ക്വിഡ്, ഡെവിൽ ഫിഷ്, അതായത് ഡെവിൽ ഫിഷ് എന്ന് പറയുന്നത് ഒക്ടോപ്പസ് ആണ്. പിന്നെ വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സീ ഹെയർ, ടസ്ക് ഷെൽ, ചിറ്റോൺ എന്ന് പറയുന്ന 3 ഓർഗാനിസംസും കൂടി നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് ഇവിടെ എടുക്കുകയാണ്. സോ ടോട്ടലി 8 എക്സാമ്പിൾസ് നമ്മളിവിടെ നോക്കി. ഇതൊക്കെയാണ് മൊളസ്ക്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മൊളസ്ക്സ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം ആഫ്റ്റർ ആർത്രോപോഡ? ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ആർത്രോപോഡയ്ക്ക് ശേഷം ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫൈലം ഏതാണ്? ഫൈലം മൊലസ്ക. Octopusനെ കുറിച്ച് few sentences, right? A few sentences about octopus. An octopus is sometimes known as devilfish. It belongs to class Cephalopoda. It is soft body mollusk with 8 arms. They show all characteristic features of phylum Mollusca. They are triploblastic, bilaterally symmetrical and found in various regions of the ocean. അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ഓർഗാനിസംസ് വിത്ത് വെൽ ഡിഫൈൻഡ് സോഫ്റ്റ് ബോഡീഡ് ഓർഗാനിസം. സോഫ്റ്റ് ബോഡീഡ് ആനിമൽസ് ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. മൊലസ്ക്സ് ആണ് സോഫ്റ്റ് ബോഡി ഓർഗാനിസം. അപ്പോൾ നമ്മളിവിടെ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അസൈൻമെൻറ്റ് കൂടി നോക്കാം. ലിസ്റ്റ് എ ഫ്യൂ ഇമ്പോർട്ടൻറ്റ് ആനിമൽസ് ഇൻ ഫൈലം മൊലസ്ക. മൊലസ്കയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ആനിമൽസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ അസൈൻമെൻറ്റ്. Mollusks are great source of human food in various parts of the world. Clams, oysters, scallops, mussels, squids, cuttlefish, octopus are used as food. ഈ രീതിയിലുള്ള ക്ലാംസ്, ഓയിസ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഫുഡായിട്ട്, ഹ്യൂമൻ ഫുഡായിട്ട് വേരിയസ് പാർട്സ് ഓഫ് ദി വേൾഡിൽ ഉപയോഗിക്കുന്നുണ്ട്. Shell of oysters are mixed with tar for making road, and lime from these shells are used for feeding poultry for formation of their eggshell. Lime is also used in buildings. അപ്പോൾ ഓയിസ്റ്റേഴ്സിൻ്റെ ഷെൽ നമ്മൾ റോഡ് നിർമ്മിക്കുമ്പോൾ ടാറിലായിട്ട് മിക്സ് ചെയ്തിട്ട് നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ ഈ ഷെൽസ് എന്നുള്ള ലൈം എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നമ്മൾ പോൾട്രീനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ പോൾട്രീനെ ഫീഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എഗ് ലേ ചെയ്യുമ്പോൾ, പോൾട്രി എഗ് ലേ ചെയ്യുമ്പോൾ എഗ്ഗിൻ്റെ ഷെൽ ഫോർമേഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബിൽഡിങ്സിൻ്റെ ഈ ബിൽഡിംഗ് പണികൾക്കെല്ലാം നമ്മൾ ലൈം യൂസ് ചെയ്യാറുണ്ട്. Shells of freshwater mussels are used for pearl button industry. മസിൽസിൻ്റെ ഷെൽസ്, ഫ്രഷ് വാട്ടർ ഷെൽസ് എന്ന് പറയുന്നത് പേൾ ബട്ടൺ ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. In many parts of the world, molluscan shells are used for making ornaments and jewelry. In some parts, shells of cypre are used as money and ornaments. മലസ്കൻ ഷെല്ല് നമ്മൾ ഓർണമെൻറ്റ്സ് ആൻഡ് ജ്വല്ലറി ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. സിപ്രേ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം നമ്മൾ മണി ആൻഡ് ആസ് ഓർണമെൻറ്റ്സ് എന്ന് യൂസ് ചെയ്യുന്നു. ഷെൽസ് ഓഫ് സിപ്രേ. മെനി ഫ്രഷ് വാട്ടർ ക്ലാംസ് ആൻഡ് മറൈൻ ഓയിസ്റ്റേഴ്സ് പ്രൊഡ്യൂസ് പേൾസ്. മറൈൻ ഓയിസ്റ്റേഴ്സും ക്ലാംസും പേൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ദ മോസ്റ്റ് വാല്യുബിൾ നാച്ചുറൽ പേൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ പേൾ ഓയിസ്റ്റേഴ്സ് which inhabit the warmer parts of Indian and Pacific Ocean along the coast of China, India, Sri Lanka and Japan. ഈ ഇന്ത്യൻ ആൻഡ് പസഫിക് ഓഷ്യൻസിൽ കാണുന്ന ചൈന, ഇന്ത്യ, ശ്രീലങ്ക, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ കോസ്റ്റിൽ കാണുന്ന ഇന്ത്യൻ ആൻഡ് പസഫിക് ഓഷ്യനിൽ നമുക്ക് പേൾ ഓയിസ്റ്റേഴ്സ് കാണാൻ സാധിക്കും. ആ പേൾ ഓയിസ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പേൾസ് ദ മോസ്റ്റ് വാല്യുബിൾ നാച്ചുറൽ പേൾസ് ആണ്. ഇനി അടുത്തത് നോക്കാം. Murex shells are used to make luxury products like Tyrian purple. Tyrian purple എന്ന് പറയുന്ന ഒരു റെഡിഷ് പർപ്പിൾ നാച്ചുറൽ ഡൈ ആണ്. അപ്പോൾ മ്യൂറിക് ഷെല്ല് ആ ഒരു ഡൈ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് എ ലക്ഷറി പ്രൊഡക്റ്റ്. പിന്നെ നൊബിലസ് പ്രൊഡ്യൂസ് വാല്യുബിൾ സീ സിൽക്ക്. പിന്നെ നൊബിലസ് എന്ന് പറയുന്ന മൊലസ്ക് ആണ് സീ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പൊട്ടാമോഗൈറസ് ആൻറ്റിപ്പൊഡാരം ഇസ് യൂസ് ഫോർ ടെസ്റ്റിംഗ് എസ്ട്രോജൻ. എസ്ട്രോജൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഓർഗാനിസം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മിമിക്കിംഗ് പൊല്യൂട്ടൻസ് ഇൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് ഓൾസോ. The bivalve mollusks are used as bioindicators in the marine and freshwater environment. Bioindicators ആയിട്ട് bivalve mollusksനെ നമ്മൾ മറൈൻ വാട്ടറിലും ഫ്രഷ് വാട്ടർ എൻവയോൺമെൻറ്റ്സിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും യൂസസ് ആണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു അസൈൻമെൻറ്റും നോട്ട്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. Don't forget to subscribe to my channel and ring the notification bell. See you on my next video. Thanks for watching. Bye bye.